ഇസ്രയേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറും നിലവിൽ വന്നിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത്. ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും അവസാനിപ്പിക്കും. സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. ഇസ്രയേലും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ടെഹ്റാനിലും കറാച്ചിലും റാഷ്ദിലും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ആപൽക്കരമായ ഒരു മിസൈൽ ആക്രമണം, ഏതാണ്ട് 15 മിസൈലുകൾ ഈ അമേരിക്കയുടെ സൈനിക താവളത്തിൽ നേരെ ഉണ്ടായി. എന്നാൽ ഒരു മിസൈൽ മാത്രമാണ് അവിടെ വീണത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഖത്തറിലും സമീപ ഗൾഫ് നാടുകളിലുമൊക്കെ തന്നെ വലിയ ആശങ്ക പരത്തുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് എന്നിവർ ഏറ്റവും അവസാന വിവരങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ തത്സമയം വരികയാണ്. പ്രവാസികളോട് അവരെ വളരെ സുരക്ഷിതമായിരിക്കാൻ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ട കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പി ജെയിംസിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പി ജെയിംസ് ആൻഡ് ദിലീപ് കുമാർ, മധു ആൻഡ് അരുൺ പാറാട്ട്. പറയൂ ജെയിംസ്, യഥാർത്ഥത്തിൽ രാത്രി വൈകിയും ഈ മിസൈൽ ആക്രമണം മൂലം പ്രവാസികൾ വീടിന് പുറത്തിറങ്ങി നിൽക്കുന്ന കാഴ്ച ഖത്തറിൽ കാണാനുണ്ടായിരുന്നു. വിവരങ്ങൾ. ഇന്നലെ രാത്രി ഒരു കാളരാത്രിയായിരുന്നു. പ്രത്യേകിച്ച് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഖത്തറിലേക്ക് ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ളത് ലോകമെമ്പാടും അമ്പരപ്പിക്കുന്ന സംഭവമായിരുന്നു. കാരണം ഖത്തറും ഇറാനും അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആയിട്ട് പ്രശ്നമുണ്ടായപ്പോഴും ഇറാനുമായിട്ട് ഏറ്റവും സൗഹൃദം പുലർത്തിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഗൾഫ് മേഖലയെ മുഴുവൻ ഗ്രസിക്കുന്ന തരത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ ഈ മണിക്കൂറുകളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ ട്വീറ്റ് വരുന്നത് വളരെ പ്രധാനപ്പെട്ടത് പറഞ്ഞുകൊണ്ടാണ്. വെടിനിർത്തലിന് ഏതാണ്ട് ധാരണയായിരിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിക്കുകയാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രഖ്യാപിച്ച് 6 മണിക്കൂർ സമയം വരെ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിഷൻ അത് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ആദ്യം ഒരു രാജ്യം ഇത് നിർത്തുക, അത് കഴിഞ്ഞ് അടുത്ത രാജ്യം 12 മണിക്കൂറിനുള്ളിൽ സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് പറഞ്ഞതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം 3-4 ദിവസത്തെ ഏറ്റുമുട്ടലുണ്ടായപ്പോഴും ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിൽ കയറി ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിനും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനും ധാരണയായി എന്ന് പറഞ്ഞത്. അത് ഏറ്റുമുട്ടൽ മാത്രമായിരുന്നു, യുദ്ധം പ്രഖ്യാപിക്കാത്തതുകൊണ്ട് യുദ്ധമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും അത് തന്നെയാണ്. ഇറാനും ഇസ്രായേലും ഇതുവരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. 12ാമത്തെ ദിവസം യുദ്ധം അവസാനിക്കുന്നുവെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിനുശേഷം എസ്കേൻ പറഞ്ഞതുപോലെ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണമുണ്ടായി. അവരുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെ പാഞ്ഞു ചെന്നതായിട്ടാണ് റിപ്പോർട്ട്. ടെഹ്റാനിൽ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വൻ സ്ഫോടനങ്ങളുണ്ടായി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇറാൻ ടെഹ്റാനിലും ജെറൂസലമിലും ഹൈഫയിലും വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. വലിയ തീ ആളിക്കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എസ്കേൻ രണ്ടു കൂട്ടർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന പോലെ വലിയ അടി ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. 12 ദിവസം കൊണ്ട് രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഈ അടി പോയാൽ മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കും. രണ്ടു കൂട്ടരും ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിലാവും. ഇപ്പം തന്നെ ഇസ്രായേലിൽ ജനങ്ങൾ ഒരു മിസൈൽ വരുമ്പോൾ നേരെ ബങ്കറുകളിലേക്ക് സൈറൻ കേട്ട് ഓടുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഒരു മിസൈൽ. ഇപ്പോൾ ഒരു ആക്ഷേപമുള്ളത് ഇറാൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തീർന്നു എന്നൊരു പ്രചരണം വരുന്നുണ്ട്. അതിന് കാരണം ആദ്യ ദിവസം 100 മിസൈൽ അയച്ച ഇറാൻ പിന്നീട് അത് 200 ആക്കി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അയൺ ഡോമുകൾക്ക് തടയാൻ പറ്റാതെ വന്നത്. പിന്നെയും 30ഉം 40ഉം വെച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഓരോ മിസൈൽ വെച്ചാണ് വിട്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇവർ ഇസ്രായേലിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. പക്ഷേ ഇന്നലെ രാത്രി ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. അതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ പുലർച്ചെ വലിയ ആക്രമണം തന്നെ ഇറാനിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരുപക്ഷെ ഈ SKN ഇവിടെ കയറി ഖത്തറിൽ കയറി നടത്തിയ ആക്രമണമാണ് ഈ സീസ്ഫയറിലേക്ക് വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം മധ്യസ്ഥരായി പ്രവർത്തിച്ചത് ഖത്തറാണെന്ന് പറയുന്നു. ഖത്തർ അമേരിക്കയുമായും ഇറാനുമായും സംസാരിച്ചു. ഖത്തർ വളരെ ശക്തമായ രീതിയിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ,
അടക്കം UAE അതുപോലുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായി ബന്ധമുള്ളവർ മുഴുവൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടു. ഇറാനുമായിട്ട് ഖത്തറാണ് പ്രധാനമായി സംസാരിച്ചത്. ഇസ്രായേലും അമേരിക്ക അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നയതന്ത്ര ഇതിന് ഒടുവിലാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായി